وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. അമ്മ ബഅദ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ മുഅ്മിനുകൾക്ക് അവൻ ചെയ്ത വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. لقد من الله على المؤمنين. മുഅ്മിനുകൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. إذ بعث فيهم رسولا من أنفسهم. അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ അവരിലേക്ക് റബ്ബ് നിയോഗിച്ച സന്ദർഭത്തിൽ അല്ലാഹു മുഅ്മിനുകൾക്ക് വലിയ അനുഗ്രഹമാണ് ചൊരിഞ്ഞിട്ടുള്ളത്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിക്കുകയും വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയും വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും, കിതാബും അല്ലാഹുവിൻ്റെ ഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യയും അത് ജനങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് റസൂലിനെ റബ്ബ് അത് പകർന്നു നൽകുന്ന റസൂലിനെ റബ്ബ് നിയോഗിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. നോക്കൂ, എത്ര വലിയ നിഅമത്താണത്. നുബൂവത്ത് പോലെ നബിമാരെ അല്ലാഹു നിയോഗിക്കുക എന്നതുപോലെ മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യം, അവരുടെ ഭക്ഷണമോ പാനീയമോ ഒന്നും അതിനോളം വരികയില്ല. അതിനേക്കാൾ മനുഷ്യർ ആവശ്യക്കാരാണ് അല്ലാഹു അവരിലേക്ക് ഒരു നബിയെ നിയോഗിക്കുക എന്നതിലേക്ക്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ ഇരുട്ടുകളിലായിരുന്നു. ശിർക്കിൻ്റെ, കുഫറിൻ്റെ ഇരുട്ടിൽ, വൃത്തികേടുകളുടെ, അശ്ലീലങ്ങളുടെ, അനീതിയുടെ, അതിക്രമങ്ങളുടെ ഇരുട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്നല്ലാഹ നദറ ഇലാ അഹ്ലിൽ അർദ്. അല്ലാഹു ഭൂനിവാസികളിലേക്ക് നോക്കി, ഭൂമിയിലുള്ളവരിലേക്ക് അല്ലാഹു നോക്കി. ഫമഖതഹും, എന്നിട്ട് അല്ലാഹു അവരോട് മുഴുവൻ കോപിച്ചു. അവരെ മുഴുവൻ റബ്ബ് വെറുക്കുകയുണ്ടായി. അറബഹും വഅജമഹും, അവരിലെ അറബികളെയും അനറബികളെയും എല്ലാം. ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിലെ പഴയ ഗ്രന്ഥം നൽകപ്പെട്ടവരിലെ ബാക്കിയുണ്ടായിരുന്ന പഴയ ദീനിൽ നിലകൊണ്ടിരുന്ന ഏതാനും ആളുകളെ ഒഴിച്ച് അള്ളാഹു ഭൂമിയിലുള്ളവരോട് മുഴുവൻ, അവരെ മുഴുവൻ അള്ളാഹു വെറുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതായിരുന്നു ആളുകളുടെ സ്ഥിതി. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായ, എല്ലാ വൃത്തികേടുകളിലും ആണ്ടിരുന്ന മനുഷ്യർ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. മഹാനായ സഹാബി ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അബിസീനയിലേക്ക്, നജ്ജാശിയുടെ രാജ്യമായ ഇന്നത്തെ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ അവിടെ മുസ്ലിമീങ്ങൾക്ക് പിന്നാലെ മുശ്രിക്കുകളിലെ ചില ആളുകൾ അവിടെ ചെന്നു. എന്തിനു വേണ്ടി? അവരെ അവിടെ ഉപദ്രവിക്കാൻ, നജ്ജാശി അവർക്ക് അഭയം നൽകാതിരിക്കാൻ, അവരെ പുറത്താക്കാൻ.
ക്രൈസ്തവനായിരുന്ന നജ്ജാശിയുടെ അരികിൽ ചെന്ന് മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പലതും പറഞ്ഞു കൊടുത്തു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ബോധ്യപ്പെടാൻ നജ്ജാശി തൻ്റെ നാട്ടിലേക്ക് വന്ന മുസ്ലിമീങ്ങളെ വിളിപ്പിച്ചു. കാരണം അദ്ദേഹം നീതിമാനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അനീതി അദ്ദേഹം അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ നാടല്ലാതിരുന്നിട്ട് കൂടി മുസ്ലിമീങ്ങൾ അവരുടെ ആദ്യത്തെ ഹിജ്റ ഹബശയിലേക്ക് അബ്സീനയിലേക്ക് നടത്തിയത്. നജ്ജാശി അവരോട് എന്താണ് നിങ്ങളുടെ ദീൻ എന്ന് ചോദിച്ചപ്പോൾ നജ്ജാശിയുടെ മുന്നിൽ നിന്ന് ഈ ദീൻ എന്താണ് എന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന്, ആളുകളെ ഏത് ദീനിലേക്കാണ് വിളിച്ചത് എന്ന് ചുരുക്കി നജ്ജാശിക്ക് മുന്നിൽ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞത് മഹാനായ സഹാബി ജഅഫർ ഇബ്നു അബി താലിബാണ് റളിയല്ലാഹു അൻഹു. ജഅഫറാനാണ്. ജഅഫർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ മകനാണ്. അലി ബിൻ അബി താലിബിൻ്റെ സഹോദരനാണ് ജഅഫർ ബിൻ അബി താലിബ്. നബി കുടുംബത്തിൽപ്പെട്ട മഹാനായ സഹാബി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് മദീനയിൽ ജഅഫറും കൂടെ ഉള്ളവരും എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം കഴിഞ്ഞ് ജയിച്ചു നിൽക്കുകയായിരുന്നു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് ജയിച്ചു നിൽക്കുന്ന വേളയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബിയുടെ പ്രിയപ്പെട്ട സഹാബി ജഅഫർ ബിൻ അബി താലിബ് മദീനയിലെത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സന്തോഷമായി. നബി ജഅഫറിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി മാ അദ്രി, അള്ളാഹുവാണ് എനിക്കറിയില്ല, ബി അയ്യിഹിമാ അന ഉസർ, ഏതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത് എന്ന്, ബി ഖുദൂമി ജഅഫർ അം ബി ഫത്ഹി ഖൈബർ, ജഅഫർ വന്നതിലോ ഖൈബർ ജയിച്ചതിലോ ഏതിൽ സന്തോഷിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബിയുടെ പ്രിയങ്കരനായ സഹാബി ജഅഫർ ബിൻ അബി താലിബ്. പിന്നീട് മുഅ്ത യുദ്ധത്തിൽ ജഅഫർ ഷഹീദായി കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ യുദ്ധത്തിൽ നായകനാകേണ്ടത്, നേതാവാകേണ്ടത് സെയ്ദാണ്, സെയ്ദ് ബിൻ ഹാരിസയാണ്. വൈൻ ഉസീബ സെയ്ദുൻ, സെയ്ദെങ്ങാനും കൊല്ലപ്പെട്ടാൽ ഫജഅഫർ, ജഅഫറാകണം. വൈൻ ഉസീബ ജഅഫർ, ജഅഫറെങ്ങാനും കൊല്ലപ്പെട്ടാൽ ഫഅബ്ദുല്ലാഹി ഇബ്നു റവാഹ, അബ്ദുല്ലാഹി ഇബ്നു റവാഹയായിരിക്കണം. മൂന്ന് പേരും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കൊല്ലപ്പെട്ടു. ഓരോരുത്തരായി, സെയ്ദും പിന്നെ ജഅഫറും പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹയും. വാർത്ത വരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തി. ഈ മൂന്ന് പേരും കൊല്ലപ്പെട്ടതായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രയാസപ്പെട്ട് നബിയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. സെയ്ദ് കൊല്ലപ്പെട്ടു. സെയ്ദ് ആരാണ്? ഹിബ്ബു റസൂലില്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ആളെന്ന് അറിയപ്പെട്ട ആളാണ് ആര്? സെയ്ദ് ബിൻ ഹാരിസ, നബിയുടെ വളർത്തുപുത്രൻ കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ ആരാണ് കൊല്ലപ്പെടുന്നത്? നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബിമാരിലൊരാൾ, നബിയുടെ കുടുംബക്കാരൻ, നബിയുടെ ഉപ്പയുടെ സഹോദരൻ്റെ മകനാണ് ജഅഫർ. മൂന്നാമത് അബ്ദുല്ലാഹി ഇബ്നു റവാഹയും കൊല്ലപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം ജനങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ വഹീനാൽ. എന്നിട്ട് നബി പറഞ്ഞു, ഈ മൂന്ന് പേരും കൊല്ലപ്പെട്ടപ്പോൾ ആരും നേതാവായി ഏൽപ്പിക്കാതെ സ്വയം നേതൃത്വം ഏറ്റെടുത്തു. ആര്? സൈഫും മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിൻ്റെ വാളുകളിൽപ്പെട്ട ഒരു വാൾ, അള്ളാഹുവിൻ്റെ ഖഡ്ഗം, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ ആ യുദ്ധം മുസ്ലിമീങ്ങൾ ജയിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അത്ഭുതകരമായ ചരിത്രമുള്ള യുദ്ധമാണ് മുഅ്ത. അപ്പോൾ നോക്കൂ, ഇതാണ് ജഅഫർ. ഈ ജഅഫറാണ് നജ്ജാശിയുടെ മുന്നിൽ എന്താണ് ഈ ദീൻ എന്ന നസ്രാനിയായ ആ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ, ആ വാചകത്തിൽ എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ്, നബിക്ക് മുമ്പുള്ള സ്ഥിതി, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാം. ജഅഫർ പറഞ്ഞു, ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ നമുക്ക് കാണാം, അയ്യുഹൽ മലിക്, അയ്യുഹൽ മലിക്, ഓ രാജാവേ, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയത്തിൽ ജീവിച്ച ഒരു ജനതയായിരുന്നു. നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ ബിംബാരാധകരായിരുന്നു. വനഅക്കുലുൽ മൈത, ഞങ്ങൾ
ശവം ഭക്ഷിച്ച ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചതുപോലെ അറുത്ത് അങ്ങനെ ഭക്ഷണം കഴിച്ച ആളുകളായിരുന്നില്ല. വനത്തിൽ ഫവാഹിഷ്, ഞങ്ങൾ വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ, അതുപോലുള്ള തിന്മകൾ ചെയ്തിരുന്ന ആളുകളായിരുന്നു. വനഖ്തഉൽ അർഹാം, കുടുംബബന്ധങ്ങൾ മുറിച്ചു മാറ്റിയിരുന്ന, അതിനൊന്നിനും പരിഗണന നൽകാതിരുന്ന ആളുകളായിരുന്നു. വനുസി ഉൽ ജിവാർ, അയൽവാസികളോട് മോശമായി പെരുമാറിയിരുന്നവർ. യഅ്കുലുൽ ഖവിയ്യു മിൻ അദ്ദഈഫ്, ശക്തൻ ദുർബലനായ ആളെ അടിച്ചമർത്തും. ആർക്കാണോ കൈക്കരുത്തുള്ളത്, സമൂഹത്തിൽ സ്ഥാനമുള്ളത്, അവൻ ദുർബലരോട് അതിക്രമം പ്രവർത്തിക്കും, നീതിയില്ല. ഫകുന്ന അലാ ദാലിക്, അങ്ങനെ ഞങ്ങൾ ആ സ്ഥിതിയിൽ ആയിരിക്കെ ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, അള്ളാഹു ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചു. നഅരിഫു നസബഹു വസിദ്ഖഹു വഅമാനതഹു വഅഫാഫഹു, ആ നബിയുടെ നസബ് ഞങ്ങൾക്കറിയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ കുലജാതനാണ്, ഏറ്റവും നല്ല കുടുംബത്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അഥവാ നബിയുടെ പരമ്പര ശ്രേഷ്ഠമായ പരമ്പരയാണ്. വസിദ്ഖഹു, ആ നബിയുടെ സത്യസന്ധത ഞങ്ങൾക്കറിയാം. വഅമാനതഹു, നബിയുടെ വിശ്വാസ്യത ഞങ്ങൾക്കറിയാം. വഅഫാഫഹു, നബിയുടെ വിശുദ്ധി, ജീവിത വിശുദ്ധി, ലൈംഗിക വിശുദ്ധി ഞങ്ങൾക്കറിയാം. ഫദഅന ഇലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അള്ളാഹുലേക്ക് വിളിച്ചു. ലിനുവഹിദഹു, അള്ളാഹുവിനെ ഏകനാക്കാൻ, തൗഹീദിലേക്ക് വിളിച്ചു. വനഅബുദഹു, അവനെ മാത്രം ആരാധിക്കാൻ. വനഖ്ലഅ മാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറതി വൽ ഔഥാൻ, ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ആരാധിച്ചിരുന്ന ബിംബങ്ങളെ, കല്ലുകളെ ഒക്കെ ഉപേക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. വഅമറനാ ബിസിദ്ഖിൽ ഹദീസ് വഅദാഇൽ അമാന വസിലത്തിർ റഹിം വഹുസ്നിൽ ജിവാർ വൽകഫി അനിൽ മഹാരിമി വദ്ദിമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സത്യം പറയാൻ, വിശ്വസ്തത പാലിക്കാൻ, കുടുംബബന്ധം പാലിക്കാൻ, അയൽവാസിയോട് നല്ല നിലക്ക് വർത്തിക്കാൻ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, രക്തം ചിന്താതിരിക്കാൻ, ഇതെല്ലാം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. വനഹാന അനിൽ ഫവാഹിഷ്, വൃത്തികേടുകൾ, വ്യഭിചാരം പോലെയുള്ള തിന്മകൾ നബി ഞങ്ങളോട് വിലക്കി. വഖൗലി സൂർ, കളവ് പറയരുത്, വ്യാജവാദങ്ങൾ പറയരുത്. വഅക്ലി മാലിൽ യതീം, അനാഥയുടെ യതീമിൻ്റെ സ്വത്ത് അന്യായമായി തിന്നരുത്. വഖദ്ഫിൽ മുഹ്സന, പതിവ്രതകളായ നല്ലവരായ സ്ത്രീകൾ അപവാദം പറയരുത്. വഅമറന അൻ നഅബുദല്ലാഹ വഹ്ദഹു വലാ നുശ്രിക ബിഹി ശൈഅ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന്, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു. വഅമറന ബിസ്സലാത്തി വസ്സകാത്തി വസ്സിയാം, നിസ്കാരവും നോമ്പും സക്കാത്തുമെല്ലാം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സ്ഥിതിയായിരുന്നു മനുഷ്യരുടെ സ്ഥിതി. അങ്ങനെ അള്ളാഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ മനുഷ്യരിലേക്ക് നിയോഗിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, ആ നബിയെ അവർക്ക് തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. നബിയുടെ പേര് അവർക്ക് തൗറാത്തിലും ഇൻജീലിലും കാണാം. നബിയുടെ വിശേഷണങ്ങൾ കാണാം. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്തയ്യിബാത്ത് വയുഹർരിമു അലൈഹിം الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. നബി അവർക്ക് വിശിഷ്ടമായ ഏറ്റവും നല്ല കാര്യങ്ങൾ ഹലാലാക്കി നൽകി. മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അവർക്ക് ഹറാമാക്കി നിയമം നിശ്ചയിച്ചു കൊടുത്തു. വയദഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൗരോഹിത്യവും അവരുടെ പഴയ ദീനും അവർക്കുമേൽ ചാർത്തിയിരുന്ന ഭാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെച്ചു. വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവർക്ക് മേലുള്ള ചങ്ങലക്കെട്ടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് വെച്ചു. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തന്നെ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല നസബിലാണ്, ഏറ്റവും നല്ല കുടുംബ പരമ്പരയിലാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര നസബ് അത് ഏറ്റവും ശ്രേഷ്ഠമായ നസബാണ്. ഏറ്റവും നല്ല തറവാട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അവിടുന്ന് ഖുറൈശിയാണ്, ബനു ഹാഷിമിൽപ്പെട്ടവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ചെറിയ പ്രായം തൊട്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റുമുണ്ടായിരുന്ന ജാഹിലിയ്യത്തിൻ്റെ അഴുക്കിൻ്റെ ഒരു കറ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പതിച്ചിട്ടില്ല. നബിയുടെ ഒരു പെരുമാറ്റത്തിൽ പോലും എന്തെങ്കിലും ഒരു ജാഹിലിയ്യത്തിൻ്റെ കറ, അതിൻ്റെ ഒരു പൊടിപടലം കാണുക നമുക്ക് സാധ്യമല്ല. നബിയുടെ ബാല്യപ്രായത്തിലോ യൗവനത്തിലോ ഒന്നും തന്നെ. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, നബിയോട് പറയാൻ കൽപ്പിച്ചത്. ഞാൻ നിങ്ങളിൽ കഴിച്ചു കൂട്ടി, ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ല, ഇതിനു മുൻപ് ആയുസ്സിലെ വലിയൊരു കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ച ആളാണ്. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം, ഒരു കളവ് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഇല്ല എങ്കിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ജനങ്ങളുടെ പേരിൽ കളവ് പറയാത്ത ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളക്കണക്കിന് നുബുവത്തിൻ്റെ തെളിവുകൾക്കൊപ്പം നിൽക്കുന്ന വലിയ തെളിവാണത്. നോക്കൂ, അതുകൊണ്ട് അമീൻ അസ്സാദിഖുൽ അമീൻ എന്ന് ആര് വിളിച്ചു? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവർ, നബിയെ കണ്ടറിഞ്ഞവർ, നബിയോട് ഇടപാടുകൾ നടത്തിയവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു, വിശേഷിപ്പിച്ചു അസ്സാദിഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനായവർ. അങ്ങനെ ഇരിക്കെ 40-ാമത്തെ വയസ്സിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ അള്ളാഹു അവതരിപ്പിച്ചു. ആ ഇഖ്റ കൊണ്ട് അവിടുന്ന് നബിയായി. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുദ്ദസ്സിർ കൊണ്ട് അവിടുന്ന് റസൂലുമായി. അഥവാ ജനങ്ങളോട് ഈ ദീൻ പറയാൻ, എതിരാളികളെ ഈ ദീനിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ആ സൂറത്തിലൂടെ കൽപ്പിച്ചു. ഖും ഫഅൻദിർ, പുതച്ചും കൂടി കിടക്കുന്നവരെ ഖും എഴുന്നേൽക്കുക, ഫഅൻദിർ ജനങ്ങൾക്ക് താക്കീത് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിൽപ്പാണ് അവിടുത്തെ വഫാത്ത് വരെ, ജനങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ട്, അവരെ നന്മ ഉപദേശിച്ചുകൊണ്ട്, തിന്മയിൽ നിന്ന് അവരെ വിലക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുകയുണ്ടായി. നബിക്ക് നേരെ വന്ന ഭീഷണികളോ പ്രലോഭനങ്ങളോ ഒന്നും തന്നെ ഒരു തരിമ്പ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ദഅവത്തിൽ നിന്ന്, ആ പ്രബോധനത്തിൽ നിന്ന് പിന്നോട്ട് നയിച്ചില്ല. ഒരു ഭീഷണിയിലും അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണുപോയില്ല. ആ നബിയുടെ സത്യസന്ധതക്കും മറ്റും ഒപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ ധാരാളക്കണക്കിന് മുഅ്ജിസത്തുകൾ കൊണ്ട്, അത്ഭുതകരമായ മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് നബിയെ അള്ളാഹു ശക്തിപ്പെടുത്തി. ആളുകൾക്ക് വിശ്വാസം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി. അതിലേറ്റവും വലുത് ഈ ഖുർആനാണ്. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഈ കിതാബ്, ഇത് മുഴുവൻ അത്ഭുതമാണ്. അതിൻ്റെ പാരായണവും അതിൻ്റെ ഘടനയും അതിൻ്റെ ആശയങ്ങളും അത് കേൾക്കലും എല്ലാം ഏറ്റവും അത്ഭുതമാണ്. അള്ളാഹു അതുപോലുള്ളത് കൊണ്ടുവരാൻ അറബി ഭാഷയിൽ ഏറ്റവും കഴിവുണ്ടായിരുന്ന എതിരാളികളായ ആളുകളെ വെല്ലുവിളിച്ചു. അവർക്ക് സാധിച്ചില്ല, ഒരിക്കലും ഒരാൾക്കും സാധിക്കുകയുമില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹുവിൻ്റെ സംസാരം പോലെ എങ്ങനെയാണ് പടപ്പുകൾക്ക്, സൃഷ്ടികൾക്ക് സംസാരിക്കാൻ സാധിക്കുക? സാധ്യമല്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്റാഉം മിഅ്റാജും ഉണ്ടായി. നമ്മുടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് ഒരൊറ്റ രാത്രിയിൽ മക്കയിൽ നിന്ന് അന്ന് 2 മാസത്തോളം വഴി ദൂരമുണ്ടായിരുന്ന ഫിലസ്തീനിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ആകാശലോകത്തേക്ക് കൊണ്ടുപോയി 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി. അതേ രാത്രി നേരം വിളിക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടുന്ന് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തി. നബിയുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ അള്ളാഹു ചന്ദ്രനെ 2 കഷ്ണമാക്കി ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. അള്ളാഹു അതേക്കുറിച്ച് സൂറത്തുൽ ഖമറിൽ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം. ഇഖ്തറബത്തി സ്സാഅതു വൻഷഖൽ ഖമർ. ഇഖ്തറബത്തി സ്സാഅ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു.
അവിടുത്തെ കയ്യാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ ഭക്ഷണവും പാനീയവും വർദ്ധിച്ച എത്രയോ എത്രയോ സംഭവങ്ങൾ നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദിൽ നിന്ന് പുറത്ത് നിന്ന് ആളുകളോട് ഹദീസുകളെ കുറിച്ച് ചോദിക്കുകയാണ്. നബി പറഞ്ഞ ഹദീസ് അല്ലെങ്കിൽ നബി ഒരു ആയത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അബൂ ഹുറൈറ അത് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ആയത്ത് കിട്ടാഞ്ഞിട്ടല്ല, അതറിയാഞ്ഞിട്ടല്ല, മറിച്ച് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണത്തിൽ വിളിച്ചെങ്കിൽ പോയി എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പട്ടിണിയിലാണ്. പക്ഷേ ആളുകൾ അതേക്കുറിച്ച് പറഞ്ഞ് പോവുകയാണ്. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി അബൂ ഹുറൈറക്ക് വിശന്നിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ച് പാല് മാത്രമാണ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, പള്ളിയിൽ പോയി അഹ്ലുസുഫത്തിനെ, മസ്ജിദിൽ ഇതുപോലെ കഴിയുന്ന പാവങ്ങളായ ആളുകളുണ്ട്, അവരെല്ലാം വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അബൂ ഹുറൈറക്ക് പ്രയാസം തോന്നി. കാരണം ആകെ കുറച്ച് പാലാണുള്ളത്. ഈ കണ്ട ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുപോയാൽ എന്താണ് പിന്നെ അതിൽ കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ അള്ളാഹു അതിൽ ബറക്കത്ത് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആളുകൾക്ക് കൊടുക്കുകയാണ്. വലത്തുഭാഗം കൊണ്ട് തുടങ്ങി എല്ലാവരും കുടിച്ച് വയറ് നിറയെ കുടിച്ച് ഒടുവിൽ അബൂ ഹുറൈറയുടെ കയ്യിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടിക്കും. അദ്ദേഹം കുടിച്ചു. ഇനിയും കുടിക്കും. പിന്നെയും കുടിച്ചു. വീണ്ടും വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിപ്പിക്കുകയാണ്. വയറ് നിറഞ്ഞു. പക്ഷേ ആ പാത്രത്തിലെ പാൽ അത് അല്പം പോലും കുറഞ്ഞിട്ടില്ല. ഈ സംഭവം, ഇതുപോലുള്ള സംഭവങ്ങൾ അനവധി തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനവധി തവണ. ഹുദൈബിയ സന്ധിക്കിടയിൽ 1400 വരുന്ന സഹാബിമാർ, 1400 വരുന്ന സഹാബി, കുറച്ച് വെള്ളം മാത്രമാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കൈവെക്കുകയാണ്. വിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിക്കുന്നു. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നബി അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂലാണ് എന്നതിന് തെളിവായി, അത് കാണിച്ചു കൊടുക്കാനായി അള്ളാഹു നിശ്ചയിക്കുന്ന അത്ഭുത സംഭവങ്ങളിൽ ചിലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നിങ്ങൾ നോക്കൂ. ഒരു നബിക്കും, മുൻകഴിഞ്ഞ ഒരു നബിക്കും ഇതുപോലുള്ള സഹാബത്ത് ഉണ്ടായിട്ടില്ല. ഇതുപോലെയുള്ള സഹാബത്ത് ഒരു നബിക്കും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ മുഴുവൻ നബിമാരുടെ സഹാബിമാരെക്കാളും ശ്രേഷ്ഠനാണ് ആരുടെ സഹാബിമാർ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ മുഴുവൻ ഏറ്റവും ശ്രേഷ്ഠർ, നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പ്രകാശപൂരിതമായ വെളിച്ചം നിറഞ്ഞ ഒരു വഴിയിൽ വിട്ടേച്ചുപോയി. എന്തു വിശ്വസിക്കണം എന്നറിയാതെ ഉഴറുന്ന, തൻ്റെ പ്രശ്നങ്ങൾക്ക് എന്താണ് കാരണം, അതിനൊരു ജ്യോത്സ്യനെ വിളിക്കാം, എന്നിട്ട് അയാൾ കബഡി നിരത്തി പറയട്ടെ, എന്നോട് ഇന്ന ഇലാഹുകൾ, ഏതൊക്കെയോ ദൈവങ്ങൾ കോപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം. എന്തിനാണ് ആ ദൈവങ്ങൾ എന്നോട് കോപിച്ചതെന്ന് എനിക്കറിയില്ല. ഈ രൂപത്തിൽ അന്താളിപ്പിൽ കഴിയുന്ന, എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഒരു മുസ്ലിമിനില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ പഠിപ്പിച്ചിരിക്കുന്നു. നിൻ്റെ റബ്ബ്, അവൻ തൃപ്തിപ്പെടുന്ന കാര്യമേതാണ്, അവൻ കോപമുണ്ടാക്കുന്ന കാര്യമേതാണ്? അൽഹംദുലില്ലാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര വലിയ നിഅമത്താണ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നീ അതനുസരിച്ച് ജീവിച്ചാൽ മതി. നിൻ്റെ ജീവിതത്തിൽ അപകടമോ അല്ലെങ്കിൽ അനുഗ്രഹമോ കൊണ്ടുവരാൻ ആ റബ്ബിനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വയംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വയുരിദിക ബിഖൈറിൻ. അള്ളാഹു നിനക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ, ഒരു പ്രയാസം നിനക്ക് കൊണ്ടുവന്ന് തന്നാൽ അവനല്ലാതെ അത് നീക്കാൻ ആരുമില്ല. അവനൊരു ഖൈർ നിനക്ക് ഉദ്ദേശിച്ചാൽ അത് തടുക്കാൻ ഒരാളുമില്ല. അഫറഅയ്തും, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരെ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹ്,
അള്ളാഹു എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ അവർക്കാർക്കെങ്കിലും ആ പ്രയാസം നീക്കാൻ സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അള്ളാഹു എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചാൽ അവർക്കാർക്കെങ്കിലും ആ റഹ്മത്ത് പിടിച്ചു വെക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പറയുക ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി കേൾപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഈ വിശ്വാസത്തിലേക്ക് ഉമ്മത്തിനെ നയിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിപ്പോയി. ഇതുപോലൊരു റബീഉൽ അവ്വലിൽ 12-ാമത്തെ തീയതി തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിപ്പോയി. ആ ദിവസത്തെക്കുറിച്ച്, അന്നത്തെ ഫജ്ർ നിസ്കാരത്തെക്കുറിച്ച് മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ നിസ്കരിക്കുകയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വയ്യാതെ രോഗം ബാധിച്ച് വീട്ടിലാണ്. നമുക്കറിയാമല്ലോ, മസ്ജിദുൻ നബവിയിൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് ആളുകൾ നിസ്കരിക്കാൻ നിന്നാൽ ഇടതുഭാഗത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കെ വീട്ടിൻ്റെ വിരി നീക്കിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് അവരിലേക്ക് നോക്കുകയുണ്ടായി. സഹാബത്ത് റളിയല്ലാഹു അൻഹും നിസ്കാരത്തിലായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിപ്പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പനി ബാധിച്ച് രോഗം ബാധിച്ച് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചന്ദ്രനെ പോലെ, ഹദീസുകൾ കാണാം, കഅന്നഹു വറഖത്തു മുസ്ഹഫിൻ, ഒരു മുസ്ഹഫിലെ വെളുത്ത പേജ് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവരെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. കാരണം നബി കാണുന്നത് അവരെങ്ങനെയാണ്? ഏറ്റവും നല്ല അവസ്ഥയിൽ. കാരണം അവർ നിസ്കരിക്കുകയാണ്. നിസ്കാരം എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അതിനോളം ശ്രേഷ്ഠമായ ഒരു ഇബാദത്തില്ല. മാത്രമല്ല, അവർ സഫ് കെട്ടി ജമാഅത്തായി നിൽക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ ഐക്യത്തിലാണ് അവരുള്ളത്. മാത്രമല്ല, അവർ നിൽക്കുന്നത് ഏറ്റവും നല്ല നേതാവിൻ്റെ പിന്നിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കി ചിരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ നിസ്കാരം അത് ഫസാദിലായി പോകുമോ എന്ന് ഞങ്ങൾക്ക് പേടി തോന്നി. കാരണം ഞങ്ങളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഖം തിരിച്ച് നോക്കിപ്പോയി നിസ്കാരത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്തോഷമുള്ള മുഖം കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു നബി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വരുമെന്ന്. അബൂബക്കർ സിദ്ദീഖ് പിന്നിലേക്ക് വരാനൊരുങ്ങി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടരാൻ ആംഗ്യം കാണിക്കുകയും എന്നിട്ട് ആ വിരി താഴേക്കിടുകയും ചെയ്തു. അന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത്. അന്നത്തെ നബിയുടെ ആരോഗ്യസ്ഥിതി കണ്ടിട്ടാണ് സുൻഹ എന്ന് പറയുന്ന മദീനയിൽ നിന്ന് അല്പം മാറിയുള്ള സ്ഥലത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയത്. അബൂബക്കർ സിദ്ദീഖിന് അവിടെ ഭാര്യയും കുടുംബവും ഉണ്ടായിരുന്നു. നബിക്ക് കുറച്ച് ആശ്വാസമുണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം അല്പം ശമിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയി. പക്ഷേ അന്ന് ഉച്ചയോടടുത്ത് അല്ലെങ്കിൽ പകൽ കഴിഞ്ഞതിന് ശേഷം, പകൽ വല്ലാതെ വൈകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. ഈ അവസ്ഥയിലാണ് ഏറ്റവും പരിപൂർണമായ നിലയിൽ ദീൻ പൂർത്തിയാക്കി നന്മ തിന്മകൾ മുഴുവൻ പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയത്. അവിടുന്ന് പഠിപ്പിച്ച ദീൻ ഇതാണ്. എന്നാൽ നബിയുടെ വ്യക്തിത്വം എന്താണ്? അവിടുത്തെ ദീൻ പോലെ മനോഹരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽഖും ഖുലുഖും, നബിയുടെ ശരീരപ്രകൃതിയും നബിയുടെ സ്വഭാവ പ്രകൃതിയും, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളും പുറവും ശുദ്ധമാണ്, മനോഹരമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മാ മസസ്തു ബിയദി ദിബാജൻ വലാ ഹരീറൻ വലാ ഷൈഅൻ കാന അല്യന മിൻ കഫി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കരം പോലെ, നബിയുടെ കൈ പോലെ മൃദുലമായ ഒരു പട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഞാൻ സ്പർശിച്ചിട്ടില്ല. അതുപോലെ വലാ ശമംതു റായിഹതൻ ഖത്തു അത്യബ മിൻ റീഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ ഗന്ധം പോലെ സുഗന്ധമുള്ള ഒന്നും ഞാൻ ഇതുവരെ വാസനിച്ചിട്ടില്ല. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതിയാണ്. എന്നാൽ അവിടുത്തെ സ്വഭാവമോ അതുപോലെ മനോഹരമാണ്. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, വലഖദ് ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ,
10 വർഷം ഞാൻ നബിയുടെ ഖാദിമായി, നബിയുടെ സേവകനായി നബിയുടെ കൂടെ കഴിച്ചുകൂട്ടി. 10 വർഷം. 10 വയസ്സുള്ളപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അനസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താക്കിയതാണ്. 10 വർഷം നബിയുടെ ഖാദിമായി, നബിക്ക് അല്ലറ ചില്ലറ സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നബിയുടെ കൂടെ ജീവിച്ച സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് പറയുകയാണ്, ഫമാ ഖാല ലി ഉഫിൻ ഖത്തു. 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു തവണ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉഫ് എന്ന് പറഞ്ഞിട്ടില്ല, ഛേ എന്ന് പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ സനഅതുഹു ലിമ സനഅത. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് നബി എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്ത. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നത് നീ എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി ഖുലുഖ. ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്താകട്ടെ നമ്മുടെ നബിയുടെ സ്ഥിതി എന്താണ്? അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഅ. ആദ്യമായി ശുപാർശ പറയാൻ അള്ളാഹു അനുവാദം നൽകുക നമ്മുടെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശുപാർശ അതാണ് ഏറ്റവും വലിയ ശുപാർശ. ശഫാഅത്തു അൽ ഉദ്മ, ഏറ്റവും മഹത്തരമായ ശുപാർശ. അതെന്താണ്? മനുഷ്യർക്ക് മുഴുവൻ അതിൻ്റെ ഉപകാരം ലഭിക്കും. എല്ലാവരും വിചാരണയ്ക്ക് കാത്തിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനോട് മനുഷ്യരെ വിചാരണക്കെടുക്കാൻ പറയുക. റബ്ബിന് മുന്നിൽ സുജൂദിൽ വീഴും കാലങ്ങൾ. അള്ളാഹു പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത വശ്ഫഅ തുശഫഅ. ഓ മുഹമ്മദ്, ശിരസ് ഉയർത്തുക, ചോദിക്കുക, നൽകപ്പെടും. ശുപാർശ പറയുക, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. അപ്പോഴാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശുപാർശ പറയുക. അന്ത്യനാളിൽ ഖബർ പിളർന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റ് വരിക നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് മുൻപ് ഒരാൾക്ക് വേണ്ടിയും സ്വർഗത്തിൻ്റെ ആ കവാടം തുറക്കപ്പെടുകയില്ല. ലിവാ ഉൽ ഹംദ്, ഹംദിൻ്റെ പതാക നമ്മുടെ നബിയുടെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെ നോക്കൂ, മുഹമ്മദ് എന്നാണ്. അഹ്മദ് എന്നും നബിക്ക് പേരുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഹ്മദ് എന്ന് പേരുണ്ട്, മുഹമ്മദ് എന്ന് പേര്. 2 പേരും അറിയിക്കുന്നത് ഏറ്റവും പ്രശംസനീയമായ സ്തുത്യർഹമായ വിശേഷണങ്ങളാണ്. എല്ലാ പ്രശംസകൾക്കും അർഹമായ വിശേഷണങ്ങളുള്ള വ്യക്തി എന്നാണ് ആ 2 പേരിൻ്റെയും അർത്ഥമെന്ന് പറയുന്നത്. നോക്കൂ, അൽ മഖാമുൽ മഹ്മൂദ്, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, അത് എല്ലാവരും സ്തുതിക്കുന്ന സ്ഥാനം നബിക്കാണ്. അൽ വസീല എന്ന് പറയുന്ന സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഏറ്റവും അധികം അനുയായികൾ ഉണ്ടാവുക നബിമാരിൽ നമ്മുടെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികൾക്കനുസരിച്ച് ആരുടെ ദർജ ഉയരും? നബിയുടെ ദർജ ഉയരും. കാരണം നമുക്കൊരു നന്മ ഒരാൾ പഠിപ്പിച്ച് തന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അയാളത് ചെയ്യുന്ന കാലത്തോളം അയാളുടേത് ഒട്ടും കുറയാതെ നമുക്ക് ലഭിക്കും. മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു ഖൈർ പഠിപ്പിച്ചു കൊടുത്താൽ അത് ചെയ്യുന്ന ആളുടെ പ്രതിഫലം കാണിച്ചു കൊടുത്ത ആൾക്ക് കിട്ടും. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ത്യനാൾ വരെയുള്ള ഓരോ മുസ്ലിമും ചെയ്യുന്ന ഓരോ നന്മയും യഥാർത്ഥത്തിൽ ആര് പഠിപ്പിച്ചതാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഓരോ നന്മയുടെയും ഓഹരി ചെയ്യുന്ന ആൾക്ക് ഒട്ടും കുറയാതെ ആർക്ക് ലഭിക്കും? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉമ്മത്തിൻ്റെ ആധിക്യം നബിയുടെ ശ്രേഷ്ഠതയാണ്. പരലോകത്ത് കൗസർ എന്ന സ്വർഗത്തിലെ നദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകും. അതിൽ നിന്ന് മഹ്ശറിലേക്ക് ഒഴുകി വരുന്നതാണ് നബിയുടെ ഹൗദ്. അതുകൊണ്ടാണ് അതിനെന്തു പറയുന്നത്? ഹൗദു അൽ കൗസർ, കൗസറിൻ്റെ ഹൗദ്. കൗസറിൽ നിന്ന് ഒഴുകി വരുന്നതാണ് ഹൗദ്. എല്ലാ നബിമാർക്കും അന്ത്യനാളിൽ ഹൗദുണ്ട്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദാണ് ഏറ്റവും വലുത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ നിറം അത് മഞ്ഞിനേക്കാൾ വെളുത്തതാണ്. അതിൻ്റെ രുചി തേനും പാലും കൂട്ടിക്കലർത്തിയാൽ എങ്ങനെ ഉണ്ടാകും? അതിനേക്കാൾ മധുരമുള്ളതാണ്. അതിലെ കോപ്പകൾ നക്ഷത്രങ്ങളെ പോലെയാണ്, എണ്ണത്തിലും ഭംഗിയിലും. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ ലം യദ്മ ബഅദഹു അബദ, ഒരിക്കലും പിന്നെ അവന് ദാഹിക്കുകയില്ല, അവൻ്റെ മുഖം പിന്നീട് കറുത്തു പോവുകയില്ല. അള്ളാഹു അതിൽ നിന്ന് കുടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നീ എത്രയാണോ ജീവിതത്തിൽ നുകർന്നത്, അതുപോലെയാണ് അവിടെ അതിൽ നിന്ന് കുടിക്കാൻ സാധിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നീ നുകർന്ന അത്ര, സുന്നത്തിൽ നിന്ന് നീ എത്ര അകന്നുവോ അത്രയും അതിൽ നിന്ന് അകന്നു പോകും.
സുന്നത്ത് വിട്ട് ബിദ്അത്തുകൾക്ക് പിന്നാലെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനെന്ന് പറഞ്ഞ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ഹൗദിൽ നിന്ന് അകറ്റപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നമ്മുടെ നബിയുടെ പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും നബിയുടെ മിമ്പറും, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും നബിയുടെ മിമ്പറും ഇതിന് രണ്ടിനും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗപ്പൂന്തോപ്പുകളിലൊരു തോപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ബൈതി വ മിമ്പരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടും മിമ്പറും ഇത് രണ്ടിനും ഇടയിലുള്ള സ്ഥലം റൗദ, ഒരു തോപ്പാണ്, സ്വർഗ്ഗത്തോപ്പുകളിൽ ഒരു തോപ്പാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അന്ത്യനാളിൽ അള്ളാഹു ആ ഇടത്തെ അങ്ങനെ തന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തുമെന്നായിരിക്കാം അതിൻ്റെ ഉദ്ദേശം. വല്ലാഹു തആല ആലം. നമ്മുടെ നബിയുടെ പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ജനതയിലേക്ക് പുറപ്പെട്ടാൽ, സൈന്യവുമായി പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു ജനതയിലേക്ക് ചെല്ലാൻ ഉദ്ദേശിച്ചാൽ ഒരു മാസം മുൻപ് അവരുടെ മനസ്സിൽ അള്ളാഹു ഭയമിട്ട് നൽകുമെന്ന്. ഒരു മാസം മുൻപ് അള്ളാഹു അവരുടെ മനസ്സിൽ ഭയമിട്ട് നൽകും എന്നത് നമ്മുടെ നബിയുടെ പ്രത്യേകതയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ രേഖപ്പെടുത്താൻ പണ്ഡിതന്മാർ, അതിനുവേണ്ടി മാത്രം പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നബിയുടെ ഖസായിസ്, നബിയുടെ പ്രത്യേകതകൾ വിവരിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ടത് പറഞ്ഞാൽ അതിന് ഒരുപാട് സമയം വേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഈ പ്രത്യേകതകളെല്ലാം ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉണ്ടായിരിക്കെ ഒരിക്കൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വയം വിഗ്രഹവൽക്കരിക്കുന്നതിലേക്ക്, നബിയുടെ സ്ഥാനത്തിനപ്പുറത്തേക്ക് ഉയർത്തുന്നതിലേക്ക്, ദൈവീകത നബിയിൽ കാണുന്നതിലേക്ക് ഒരിക്കലും ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, അങ്ങനെ വല്ലതും ആളുകൾക്ക് തോന്നും എന്ന് തോന്നാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ വന്നാൽ അതിലേക്ക് ജനങ്ങൾ പോകുമെന്ന് കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാതിൽ ശക്തമായി അടക്കുമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന മകൻ. 1.5 വയസ്സ് ഏതാണ്ട് പ്രായമുള്ളപ്പോൾ ഇബ്രാഹിം മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസമുണ്ടായി. ആ സമയത്ത് തന്നെ സൂര്യന് ഗ്രഹണം ബാധിച്ചു. ജാഹിലിയത്തിലൊരു വിശ്വാസമുണ്ട്, സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുക ഒന്നുകിൽ ഏതെങ്കിലും ഒരു മഹാനായ ഒരാൾ മരിച്ചാലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാനായ ഒരാൾ ജനിച്ചാലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ആളുകൾ പറഞ്ഞു, ഇതാ നബിയുടെ മകൻ മരിച്ചു, സൂര്യഗ്രഹണം ബാധിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? സുബ്ഹാനല്ലാഹ്, നബി അവിടുത്തെ മുണ്ട് ശരിക്കുടുത്തിട്ട് പോലുമില്ല. അത് നബി നടക്കുമ്പോൾ വലിച്ചെഴുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ശരിക്കും ഉടുത്തിട്ടില്ല. അത് മുറുക്കി ഉടുക്കുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും പിടിച്ച് ഏതാണ്ട് ഉടുത്തിട്ട് പോവുകയാണ്. മസ്ജിദിലേക്ക് ചെന്ന് ആളുകളോട് പ്രസംഗിക്കുകയാണ്. ഹംദ് പറഞ്ഞു, അള്ളാഹുവിനെ പുകഴ്ത്തി ജനങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട, അവൻ്റെ ആയത്തുകളിൽപ്പെട്ട 2 ആയത്തുകളാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ഒരാളുടെയും ജനനം കാരണത്താലോ മരണം കാരണത്താലോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിച്ചാൽ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അവരിലേക്ക് നിങ്ങൾ കേണുമടങ്ങുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ നോക്കൂ, ശരി, എതിരാളികൾ ഉണ്ട്, യഹൂദികളുണ്ട് മദീനയിൽ, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. എന്നാൽ പിന്നെ ഈ സന്ദർഭത്തിൽ ആളുകൾ അങ്ങ് വിശ്വസിച്ചോട്ടെ, ഏതായാലും ഇങ്ങനെ എൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുഃഖത്തിൻ്റെ വേളയിലാണുള്ളത്. അത് നബി കണക്കിലെടുത്തില്ല. ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ ഇതൊരു കാരണമായിക്കോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചില്ല. കാരണം ഇസ്ലാമിലേക്ക് നമുക്ക് വ്യാജം പറഞ്ഞ ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു വന്നാൽ മതി. സത്യം മാത്രമാണ് ഈ ദീൻ. ഈ ദീനിൻ്റെ ഒരു ഘട്ടത്തിലും ഇതിനു വേണ്ടി കളവ് പറയുക എന്ന ഒരു സംഗതിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രത്യേകതകളെല്ലാം ഉണ്ടായിരിക്കും. ഒരിക്കലും നബിയെ ഇലാഹാക്കുന്ന അവസ്ഥയിലേക്ക് അവിടുന്ന് ആളുകൾ വിളിച്ചിട്ടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. ആളുകൾ ഈസ അലൈഹിസ്സലാമിന് അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിത പ്രശംസ നടത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഒരിക്കൽ ആളുകൾ നബിയെ വിളിച്ചു, യാ സയ്യിദന, ഞങ്ങളുടെ
നേതാവ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സയ്യിദു അല്ലാഹ്, സയ്യിദ് അള്ളാഹുവാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? യജമാനൻ എന്ന അർത്ഥത്തിൽ സയ്യിദ്, സയ്യിദിന് രണ്ടർത്ഥമുണ്ട്. യജമാനൻ എന്ന അർത്ഥമാണ്, ആ അർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് സയ്യിദ്. നേതാവ് എന്ന അർത്ഥമുണ്ട്, ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, സംശയമില്ല. നബി തന്നെ പറഞ്ഞിട്ടുണ്ട് അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വലാ ഫഖർ, ഞാൻ അന്ത്യനാളിൽ ആദം സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ്, പൊങ്ങച്ചം പറയുകയല്ല. പക്ഷേ അവർ ആ സമയത്ത് വിളിച്ചപ്പോൾ അവരുടെ വാക്ക് തെറ്റിപ്പോകാതിരിക്കാൻ, അതിരുവിടാതിരിക്കാൻ നബി അവർ ഉണർത്തി. അപ്പോൾ ആളുകൾ പറഞ്ഞു അൻത ഖൈറുന, നബി അങ്ങ് ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൂലൂ ബിഖൗലിക്കും, നിങ്ങൾ പറയാനുള്ളത് പറയുക, പക്ഷേ വലാ യസ്തജ്രിയന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ജനങ്ങൾക്കിടയിൽ അവൻ്റെ ജോലി എടുക്കുന്ന ആളുകളാക്കാതിരിക്കട്ടെ, ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവർ? കാരണം പഴയകാല ഉമ്മത്തുകൾ നശിച്ചുപോയത്, അവർക്ക് വഴിതെറ്റിയത് സാലിഹീങ്ങളായ നല്ല ആളുകളെ ബഹുമാനിക്കുന്ന കാര്യത്തിലായിരുന്നു. അങ്ങനെയായിരുന്നു അവർ. അതിര് വിട്ടപ്പോഴാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലേക്ക്, ശിർക്കിലേക്കെല്ലാം എത്തിപ്പെട്ടത് ആ അവസ്ഥയിലായിരുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളുമാണ് ഞാൻ ചുരുക്കി വരിച്ചത്. ഇനി പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഉമ്മത്തിനോട് വിട പറഞ്ഞിട്ട് 1400-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നബിയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും നബിയുടെ മജ്ലിസിൽ ഇരുന്നിട്ടില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നബിയുടെ ആ മനോഹരമായ ശബ്ദം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് പോലും മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ള സ്നേഹവും ബഹുമാനവും എല്ലാം, ആ നബിയോടുള്ള നമ്മുടെ ബാധ്യത എന്താണ് എന്ന് പഠിച്ചിരിക്കുക നിർബന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയോടുള്ള നമ്മുടെ ബാധ്യത എന്താണ്? ആ നബിയോടുള്ള നമ്മുടെ ഒന്നാമത്തെ ബാധ്യത ഒന്ന് അൽ ഈമാനു ബിഹ്, ആ നബിയിൽ വിശ്വസിക്കുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ റസൂൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. അവിടുന്ന് അറിയിച്ചു തന്ന ഒരു കാര്യത്തിൽ പോലും, ഒരു തുള്ളി പോലും, ഒരു കളവോ അർദ്ധസത്യമോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അവിടുന്ന് സാദിഖാണ്, മസ്ദൂഖാണ്, സത്യസന്ധരാണ്. അള്ളാഹുവിനാൽ സത്യസന്ധതക്ക് സാക്ഷ്യം ലഭിച്ചവനാണ്. അതുകൊണ്ട് ആ നബിയിൽ യഥാവിധി വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, മഹബ്ബത്ത്, നബിയോടുള്ള സ്നേഹം. ആ മഹബ്ബത്തിന് ചില അടയാളങ്ങളുണ്ട്. ആ മഹബ്ബത്തിന് ചില അടയാളങ്ങൾ, അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്ന്. നബിയുടെ പേര് സലാത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. യാ ഇന്നല്ലാഹ വമലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു അവൻ്റെ റസൂലിന് സലാത്ത് ചൊരിയും. എന്താണ് അള്ളാഹുവിൻ്റെ സലാത്ത് എന്നാൽ? സനാഉഹു ഇൻദൽ മലായിക, അള്ളാഹു അവൻ്റെ അരികിലുള്ള മലക്കുകൾക്കരികിൽ നബിയെക്കുറിച്ച് പുകഴ്ത്തി പറയലാണ്. അതാണ് റബ്ബിൻ്റെ സലാത്ത് എന്നാൽ. റബ്ബിൻ്റെ സലാത്ത് എന്നാൽ അതാണ്. അതുപോലെ മലായികത്തിൻ്റെ സലാത്ത് എന്താണ്? ആളുകളുടെ സലാത്ത് എന്താണ്? നബിക്ക് സലാത്തിനും സലാമിനും വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാനാണ്. നമ്മൾ പറയുക, നബിയുടെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നബിക്ക് സലാത്ത് നൽകട്ടെ, നബിക്ക് സലാം നൽകട്ടെ. അതുപോലെ സലാത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പൂർണ്ണമായ രൂപമാണ് ഇബ്രാഹിമിയ സലാത്ത്. നമസ്കാരത്തിൽ തഹിയാത്തിൽ ചൊല്ലുന്ന സലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അതിൻ്റെ തന്നെ ഒന്നിലധികം രൂപങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് ചൊല്ലുക, സാധിക്കുന്നത്ര ചൊല്ലുക, എണ്ണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്തുകൾ, ഇല്ലാത്ത സലാത്തുകളല്ല, ഹദീസുകളിൽ തെളിവില്ലാത്ത സലാത്തുകളല്ല. ആ സലാത്തുകൾ നമ്മൾ ചൊല്ലുക, അത് വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഔലൻ നാസി ബി യൗമൽ ഖിയാമ
അക്സറുഹും അലയ്യ സലാത്തൻ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കുക എൻ്റെ പേരിൽ ഏറ്റവും അധികം സലാത്ത് ചൊല്ലിയവർക്കാണ്. സലാത്ത് സുബ്ഹാനല്ലാഹ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. നബിക്ക് അതിൻ്റെ ഉപകാരം ലഭിക്കും, നമുക്കതിൻ്റെ ഉപകാരം ലഭിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ഗുണം ലഭിക്കും, കാരണം നബിയാണ് ആ നന്മ പഠിപ്പിച്ചത്. അതുപോലെ നബിക്ക് വേണ്ടിയുള്ള ദുആ ആണ്. അതുപോലെ നമുക്കതിൻ്റെ ഉപകാരം ലഭിക്കും. അള്ളാഹു പ്രയാസങ്ങൾ നീക്കിത്തരാൻ കാരണമാകും സലാത്തുകൾ. അള്ളാഹു പ്രയാസങ്ങൾ നീക്കിത്തരാൻ കാരണമാകും സലാത്തുകൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, സഹോദരങ്ങളെ, നബിയെക്കുറിച്ച് ഏറ്റവും മനസ്സിലാക്കിയ പഠിച്ച ഒരാളുടെ സലാത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അറിവ് കുറഞ്ഞവൻ്റെ സലാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ, ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ ഉദാഹരണമായി പറഞ്ഞത്, മരണ വീട്ടിൽ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞ ആളുകളുടെ കണ്ണീരും വാടകയ്ക്ക് കരയാൻ വിളിക്കപ്പെട്ട ആളുകളുടെ കണ്ണീരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും അടുത്തവരുടെ കണ്ണീർ അത് ഹൃദയത്തിൽ നിന്നുള്ള കണ്ണുനീരാണ്. അവരുടെ കരച്ചിൽ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി പഠിച്ചവൻ, അറിഞ്ഞവൻ, അവൻ്റെ സലാത്ത് അത് കൂടുതൽ മേന്മയേറിയ സലാത്താണ്. സലാത്ത് വർദ്ധിപ്പിക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടുപ്പം നമുക്ക് വർദ്ധിക്കാൻ സലാത്ത് വർദ്ധിപ്പിക്കുക. അതുപോലെ നബിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹിക്കുന്നത്. നബിയെ കാണുക എവിടെ വെച്ചാണ്? സ്വർഗത്തിൽ വെച്ചാണ്, പരലോകത്ത് വെച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മിൻ അശദ്ദി ഉമ്മതി ലി ഹുബ്ബൻ, മിൻ അശദ്ദി ഉമ്മതി ലി ഹുബ്ബൻ, എന്നോട് ശക്തമായ സ്നേഹമുള്ള ആളുകളാണ് നാസുൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷം വരുന്ന ചില ആളുകൾ. യവദ്ദു അഹദുഹും, അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നു, ലൗ റആനി, അവരെങ്ങാനും എന്നെ കണ്ടിരുന്നെങ്കിലും, ബി അഹ്ലിഹി വമാലിഹി, സ്വന്തം കുടുംബത്തെയും സ്വന്തം മുഴുവൻ സമ്പത്തിനെയും പകരം കൊടുത്തിട്ടെങ്കിലും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് അവരാഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്നെ കണ്ടിട്ടില്ല, പക്ഷെ എന്നെ ശക്തമായി സ്നേഹിക്കുന്നു. നോക്കൂ, നിങ്ങളെങ്കിൽ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വില അറിയണോ? നിൻ്റെ കുടുംബവും സമ്പത്തും നബിയുടെ ഒരു കാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നോക്ക് കാണാൻ പകരം കൊടുത്താൽ അതുപോലും അധികമാവുകയില്ല. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ നബിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളങ്ങളിൽ ചിലതാണ്. പ്രിയ സഹോദരങ്ങളെ, ആ സ്നേഹം സത്യമാണോ അല്ല അത് കേവലം അവകാശവാദമാണോ? അത് വേർതിരിക്കാനുള്ള മാനദണ്ഡം അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഉണ്ട്. പണ്ഡിതന്മാർ ആ ആയത്തിന്, സൂറത്ത് ആല ഇമ്രാനിലെ ആ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂന അല്ലാഹ്, ചില ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിച്ചു. ഫബ്തലാഹും അല്ലാഹു ബിഹാദിഹിൽ ആയ, അപ്പോൾ അള്ളാഹു അവരെ ഈ ആയത്ത് കൊണ്ട് പരീക്ഷിച്ചു. ഇതിൽ വിജയിച്ചാൽ സ്നേഹം സത്യമാണ്, അള്ളാഹുവിനുള്ള സ്നേഹവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഏതാണ് ആയത്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ പറയൂ നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്ന ഗഫൂറാണ്, അവനേറെ കരുണ ചൊരിയുന്ന റഹീമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, നബിയെ അനുധാവനം ചെയ്യുക. അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, ആരാണ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്, അന്ത്യദിനത്തിലെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത്, അവർക്ക് ഏത് കാര്യത്തിലും. അതിലൊന്നാമത്തത് നബി പഠിപ്പിച്ച വിശ്വാസമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തിട്ട് പറയുകയാണ്, മൻ തവദ്ദഅ നഹവ വുദൂഇ ഹാദാ, ഞാൻ ഈ ചെയ്തതുപോലെ ആരെങ്കിലും വുദൂ ചെയ്താൽ, എന്നിട്ട് 2 റക്അത്ത് കൃത്യമായി നിസ്കരിച്ചാൽ, ശ്രദ്ധയോടെ നിസ്കരിച്ചാൽ അവന് സ്വർഗമുണ്ട്. മൻ തവദ്ദഅ നഹവ വുദൂഇ ഹാദാ, ഞാൻ വുദൂ ചെയ്തതുപോലെ ആര് വുദൂ ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ വേളയിൽ പറഞ്ഞു,
ഖുദു അന്നി മനാസികക്കും ഫലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. എന്നിൽ നിങ്ങൾ ഈ കർമ്മങ്ങൾ പഠിച്ചുകൊള്ളുക, ഞാൻ ഈ നാളിന് ശേഷം ഇനി ഹജ്ജ് ചെയ്യണമെന്നില്ല. മറ്റു ചില റിവായത്തുകളിൽ അടുത്ത വർഷം ഞാൻ നിങ്ങളെ കണ്ടില്ല എന്ന് വന്നേക്കാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ. എൻ്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിലാണ്. ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവൻ ഒഴികെ. സഹാബത്ത് ചോദിച്ചു, വമൻ യഅബ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ആരാണ് വിസമ്മതിക്കുക? നബി പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ. എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിലാണ്, എന്നെ ആര് ധിക്കരിച്ചുവോ അവനാണ് വിസമ്മതിച്ചവൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യുക. നോക്കൂ, അല്ലാഹു പറഞ്ഞത് ഖുർആനിൽ, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ النൂറ الذي ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ ആ നബിയിൽ വിശ്വസിച്ചത്, നബിയെ ശക്തിപ്പെടുത്തിയത്, നബിയെ സഹായിച്ചത്, നബിയുടെ കൂടെ അള്ളാഹു അവതരിപ്പിച്ച പ്രകാശത്തെ പിൻപറ്റിയത്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന് റസൂലുള്ളാഹി അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി. നബിയെ ഇത്തിബാ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തോ അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നബിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് നബി കൊണ്ടുവന്ന് പഠിപ്പിച്ച ദീൻ മാറ്റിമറിക്കാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ദീനാണ്. സഹോദര, 23 വർഷക്കാലം ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ട് പോകുന്നവനും വരുന്നവനൊക്കെ ഈ ദീനിൻ്റെ പേരിൽ ഓരോന്നുണ്ടാക്കുക എന്നത് നിനക്ക് തൃപ്തിയുള്ള ഒരു കാര്യമായിരിക്കാൻ പാടുണ്ടോ? നീ അത് ഇഷ്ടപ്പെടാൻ പാടുണ്ടോ? നീ അതിൻ്റെ ആളാകാൻ പാടുണ്ടോ? പിന്നെന്തിനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗം? ആളുകൾക്ക് തോന്നിയതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാമെങ്കിൽ ഇല്ല, പാടില്ല. 2 ഷഹാദത്തുകളുടെ താല്പര്യം എന്താണ്? 2 കാര്യങ്ങൾ. എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളും ഇത് കേൾക്കുന്നവരും ഈ കാര്യം നിങ്ങൾക്കറിയില്ല എങ്കിൽ മരണം വരെ നിങ്ങൾ ഈ കാര്യം കുറിച്ചു വെക്കുക. ഒരിക്കലും ഇത് മനസ്സിൽ നിന്ന് പോകരുത്. 2 നിബന്ധനകളില്ലാതെ അള്ളാഹു ഒരു അമലും സ്വീകരിക്കുകയില്ല. 2 നിബന്ധനകൾ പൂർത്തിയാൽ അള്ളാഹു ഏത് കർമ്മവും സ്വീകരിക്കും. ഒന്ന്, ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ താല്പര്യം അതാണ്. അതിൻ്റെ വിപരീതമാണ്, അതിന് യോജിക്കാത്തതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുൽ പങ്കു ചേർക്കുക, അവനല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക, അവനല്ലാത്തവരോട് ദുആ ചെയ്യുക പോലെയുള്ള കാര്യമാണോ ചെയ്തവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അതല്ല ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ആളുകളെ അറിയാൻ വേണ്ടിയോ ആണ് ഇബാദത്തെങ്കിലോ ഇസ്ലാം നമ്മൾ പുറത്തു പോകില്ല. പക്ഷെ ആ ചെയ്ത അമൽ ബാത്തിനാണ്, അള്ളാഹു സ്വീകരിക്കില്ല. 2ാമത്തെ നിബന്ധന ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം അമൽ ചെയ്യുന്ന പ്രവർത്തനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നായിരിക്കണം ആ ഇബാദത്ത്. 2 നിബന്ധനയും ഒത്താലെ അള്ളാഹു സ്വീകരിക്കും. ഏതെങ്കിലും ഒന്ന് പോരാ. 2ാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നമ്മുടെ ഷഹാദത്തിൻ്റെ താല്പര്യമാണ്. അതിനെതിരാണ്, അതിന് യോജിക്കാത്ത കാര്യമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലില്ല, നബി കാണിച്ചു തന്ന ദീനിൽ അതില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കും എന്ന് അള്ളാഹു അവതരിപ്പിച്ച ആ ആയത്ത് ഇറങ്ങുമ്പോഴുള്ള ദീനിൽ ഈ കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ എടുക്കാൻ പാടില്ല. മാലിക് റഹിമഹുല്ലാഹ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനു യൗമ ദീന. അന്ന് ദീനല്ലാത്ത ഇന്ന് ദീനാവുകയില്ല. കാരണം അന്ന് അള്ളാഹു ദീൻ പൂർത്തിയാക്കിയതാണ്. അന്നില്ലാത്ത ഒന്നും പിന്നീട് ദീനാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുക്കും ബിഹ്. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏത് കാര്യമുണ്ടോ ഞാൻ നിങ്ങളോടത് കൽപ്പിച്ചിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൻ നാർ ഇല്ലാ ഖദ് നഹൈതുക്കും അൻ. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതേത് കാര്യമുണ്ടോ ഞാൻ നിങ്ങളോടത് വിലക്കിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ ഉദ്ധരിച്ച ഹദീസിലുള്ളത്, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിലില്ലാത്തത് വല്ലതും ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിലില്ലാത്തത് വല്ലതും ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. 2 റിവായത്ത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക.
ഒന്നിൽ പറഞ്ഞത് മൻ അഹ്ദഥ എന്നാണ്, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ. രണ്ടാമത്തേതിലോ ആരെങ്കിലും ചെയ്താൽ, ഇല്ലാത്തത്. ചെയ്യുന്നവൻ അവൻ തന്നെ ഉണ്ടാക്കിയതാകട്ടെ, അതല്ല അവൻ ഉണ്ടാക്കിയല്ല, പക്ഷെ വേറെ ആളെ പിൻപറ്റി ചെയ്തതാകട്ടെ, രണ്ടായാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണോ ദീനിൽ അത് സ്വീകാര്യമല്ല. അത് എത്ര നന്മയുടെ വേഷം കെട്ടി വന്നാലും, എത്ര നല്ല കോലത്തിൽ വന്നാലും. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പിൽക്കാലത്ത് കൂഫയിലെ പള്ളിയിൽ ആളുകൾ വട്ടത്തിലിരുന്നൊരു പ്രത്യേക രൂപത്തിൽ ദിക്റുകൾ ചൊല്ലുന്നത് കണ്ടപ്പോൾ ഒരാൾ പറയുന്നു ഹല്ലിലു മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അപ്പോൾ ഒരു കുഴിയിലേക്ക് കല്ലെടുത്തിട്ടുകൊണ്ട് എണ്ണം പിടിച്ച് എല്ലാവരും ഒരുമിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സബ്ബിഹു മിഅ 100 തവണ തസ്ബീഹ് ചൊല്ലു എന്ന് പറയുമ്പോൾ എല്ലാവരും കല്ലെടുത്തിട്ടിട്ട് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടാൽ മുസ്ലിമീങ്ങളിൽ എത്രയോ പേർ പറയും ഇത്ര നല്ല മനുഷ്യരാണ്, നല്ല ദാക്കിറുകളായ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്ന ആളുകളാണ് എന്ന് പറയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് ആരാണ്? ഇബ്നു മസ്ഊദ് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും അത് ഏത് വിഷയത്തിൽ അവതരിച്ചു, എവിടെ വെച്ച് അവതരിച്ചു എന്നെനിക്കറിയാത്തൊരായത്ത് പരിശുദ്ധ ഖുർആനിലില്ല. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയാണ്, എനിക്കറിയാത്തത് ഖുർആനിൽ ആർക്കെങ്കിലും അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒട്ടകത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ ഞാൻ പോകും, എന്നിട്ട് ആ അറിവ് ഞാൻ നേടിയെടുക്കും. അങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് തുറൻ ഇറങ്ങിയ ആ പുതുമയോടെ ഖുർആനിൽ ആയത്തുകൾ മക്കയിൽ വെച്ച് മുഹാജിറായ സഹാബിയാണ് ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആദ്യം ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരിൽപ്പെട്ട ആളാണ്. ഗുഹയിലിരുന്ന് മറ്റാരും കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുർസലാത്ത് കുറച്ച് സഹാബിമാർക്ക് ഓതി കൊടുത്തിരുന്ന ആദ്യത്തെ കാലം അന്ന് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് ഈ ദിക്ർ ചൊല്ലിയിരുന്ന ആളുകളെ അവരോട് പറയുകയാണ്, എന്ത്? യാ ഉമ്മത മുഹമ്മദ് മാ അസ്റാ ഹലകതുകും, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തെ എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. ഹലകത്ത് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മുഴുവൻ കാര്യങ്ങളും, ദീനിൻ്റെ പേരിൽ കൊണ്ടുവരുന്ന മുഴുവൻ ബിദ്അത്തുകളും ഹലാക്കിലേക്ക്, നാശത്തിലേക്കുള്ളതാണ് സഹാബിയുടെ ഈ വാക്ക് പ്രകാരം. കാരണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയതെന്നാണ് ചോദിച്ചത്. ആ ഉലായി സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, ഇതാ നിങ്ങളുടെ നബിയുടെ സഹാബത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. വആനിയതുഹു ലം തുക്സർ, നബിയുടെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. വസിയാബുഹു ലം തബ്ല, നബി ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടുമില്ല. അപ്പോഴേക്കും നിങ്ങൾ ഈ ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണോ? നിങ്ങളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീനിലുള്ള സഹാബത്തിനേക്കാൾ, നബി പഠിപ്പിച്ച ദീനിലുള്ളതിനേക്കാൾ ഖൈർ അറിഞ്ഞ ആളുകൾ നിങ്ങളാണോ? അം മുഫ്തഹിഹു ബാബ ദലാല, അതല്ല നിങ്ങൾ ദലാലത്തിൻ്റെ വാതിൽ തുറക്കുകയാണോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണത്? ദിക്റല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്, ദിക്റിൽ എന്താണ് തെറ്റ്? ഇന്ന് ചില ആളുകൾ ചോദിക്കുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ അടിത്തറ എന്താണ്? ഈ കർമ്മത്തിന് ഇങ്ങനെ ഒരു അടിത്തറയുണ്ടോ എന്നതാണ് ചോദ്യം. ഈ രൂപത്തിലിരുന്ന് ഇങ്ങനെ എണ്ണം പിടിച്ച് ഒരാൾ എണ്ണാൻ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരു കർമ്മം അത് എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ നോക്കൂ, അതിനുള്ള വലിയ അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്, ബിദ്അത്തിന് ഉള്ള ഏറ്റവും ഒന്നാന്തരം ഉദാഹരണങ്ങളിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരു തവണ പോലും, ഒരു റബീഉൽ അവ്വൽ 12 പോലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തീയതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നെൻ്റെ മൗലിദാണ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ആഘോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ച സഹാബിമാർ, തൻ്റെ വിരിമാറ് നബിക്ക് മുന്നിൽ വരുന്ന അമ്പുകൾ ഏൽക്കാൻ വേണ്ടി വെച്ചുകൊടുത്ത സഹാബിമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഉഹദിൽ സഹാബിമാർ നബിയുടെ മേലെ, നബിയുടെ അടിയിലാക്കി ഇങ്ങനെ നിന്നു എന്നാണ്. എന്തിന്? പുറത്തു വരുന്ന
പുറത്തുനിന്ന് വരുന്ന അമ്പുകളും അതുപോലെ വാൾത്തലപ്പുകളുമെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങാൻ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ മുശ്രിക്കുകൾ തടവിലാക്കി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കി. റസൂൽ എന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ ഈ അവസ്ഥയിൽ മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്നിട്ട് നീ നിൻ്റെ വീട്ടിലിരിക്കുക എങ്ങനെ ഉണ്ടാവും? ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുക, അതുപോലും ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. നബിയുടെ മൗലിദ് ആഘോഷിക്കാത്തവരെ നബിയോട് സ്നേഹമില്ലാത്തവർ എന്ന് പറയുന്നവർ എത്ര ഗുരുതരമായ വാക്കാണ് പറയുന്നത് ചിന്തിച്ചു നോക്കുക. കണ്ട സഹാബിമാർക്ക്, നബിയുടെ ഭാര്യമാർക്ക് 40-ലധികം വർഷങ്ങൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബത്തായ നമ്മുടെ ഉമ്മ ജീവിച്ചിട്ടുണ്ട്. ഒരു റബീഉൽ അവ്വൽ ഒരൊറ്റ മൗലിദ് കൊണ്ടാടിയിട്ടില്ല. താബിഉകൾ, തബഉ താബിഉകൾ, 4 ഇമാമുമാർ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, ഇമാം അബൂ ഹനീഫ, ഇവരാരും കൊണ്ടാടിയിട്ടില്ല. അവരൊരു വാക്കിതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവരിത് കേട്ടിട്ടേ ഇല്ല. അവരൊരക്ഷരം ഇതേക്കുറിച്ച് എഴുതിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ഗുരുതരമായ ബിദ്അത്താണെന്ന് ചിന്തിച്ചു നോക്കൂ. എന്നുമാത്രമല്ല അതിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങളോ, ഈ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ മൗലിദിൻ്റെ ഭാഗമായി ചൊല്ലുന്ന അറബിയിലും മലയാളത്തിലും ഒക്കെയുള്ള വരികളിൽ കാണാം. ഉദാഹരണത്തിന്, ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ഒരുപാട് തെറ്റുകൾ, എണ്ണമില്ലാത്ത തെറ്റുകൾ ചെയ്തു പോയിരിക്കുന്നു. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, എൻ്റെ നേതാവ്, നബിമാരിൽ ഉത്തമരെ, അങ്ങയോടാണ് ഞാൻ ആവലാതി പറയുന്നത്. എന്താണ് ബുർദയിൽ ചൊല്ലുന്നത്? യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവരെ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ എനിക്ക് അഭയം തേടാൻ അങ്ങല്ലാതെ ആരാണുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ വരി എങ്ങാനും ഒരാൾ യാ ഖാലിഖൽ ഖൽഖി എന്ന് റബ്ബിനെ വിളിച്ചു പറഞ്ഞാൽ അത് ശുദ്ധമായ തൗഹീദാണ്. പടപ്പുകളെ മുഴുവൻ പടച്ച റബ്ബെ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ എനിക്ക് അഭയം തേടാൻ റബ്ബെ നീയല്ലാതെ മറ്റാരാണുള്ളത്? റബ്ബിന് മാത്രം യോജിക്കുന്ന വരിയാണത്. റബ്ബിനെ കുറിച്ച് മാത്രം പറയാൻ. അതാണ് ആരോട് പറയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തനി ധിക്കാരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല ഒരിക്കലും, മറിച്ച് നബിയോടുള്ള ധിക്കാരമാണ്. ഇതൊരാൾ പാടി പറഞ്ഞാൽ, ഇതൊരാൾ വിശ്വസിച്ചാൽ നാളെ അവൻ പരലോകത്ത് വരിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ കൂട്ടത്തിലല്ല. അള്ളാഹു അവനെ വല്ലാഹി വല്ലാഹി വല്ലാഹി, അള്ളാഹു ഇത് വിശ്വസിക്കുന്നവനെ, ഇത് പാടുന്നവനെ അള്ളാഹു നാളെ പരലോകത്ത് നബിയുടെ അനുയായികളുടെ കൂട്ടത്തിലല്ല ഒരുമിച്ച് ചേർക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളുടെ കൂട്ടത്തിലാണ്. മുസ്ലിമീങ്ങൾ ആലോചിക്കൂ, ചിന്തിക്കൂ. ഇത് നമ്മൾ മനസ്സിലാക്കുകയും അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ദീനിലില്ലാത്തത് ദീനായി ചെയ്യുന്നതിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് എതിർത്തിട്ടുള്ളത്? നബിയുടെ പ്രസംഗങ്ങൾ തുടങ്ങാറുള്ളത് തന്നെ എന്ത് പറഞ്ഞിട്ടാണ്? ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല കുല്ല ളലാലത്തിൻ ഫിന്നാർ. ദീനിൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം വഴികേടാണ്, അതെല്ലാം ബിദ്അത്തുകളാണ്, അതെല്ലാം വഴികേടാണ്, അതെല്ലാം നരകത്തിനാണ്. അവസാന വസിയ്യത്തിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, വഅളനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗ വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. നബി ഞങ്ങൾക്കൊരു ഹൃദയസ്പർക്കായ ഉപദേശം നൽകി. അത് കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്നഹ മൗഇളതു മുവദ്ദിഇൻ ഫഔസിനാ. നബിയെ, ഇതൊരു യാത്ര പറയുന്ന ആളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് വസിയ്യത്ത് നൽകിയാലും. എന്താ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ? വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരാളോട് വസിയ്യത്ത് തരാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്കറിയാവുന്ന ഏറ്റവും ഖൈറായ കാര്യം ഒന്ന് ശക്തമായ ഭാഷയിൽ, ചുരുങ്ങിയ ഭാഷയിൽ ഉപദേശിച്ചു തരൂ എന്നാണ്. അതാണ് വസിയ്യത്തിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ് വസ്സംഇ വത്വാഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വ പാലിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു. നിങ്ങളുടെ ഭരണാധികാരി, മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ
അവരെ നിങ്ങൾ അനുസരിക്കണം. അതൊരു അബ്സീനിയക്കാരനായ അടിമയാണ് എങ്കിൽ പോലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ യഅശ് മിൻകും ബഅദി, നിങ്ങളിൽ ആരാണോ എനിക്ക് ശേഷം ജീവിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണേണ്ടി വരും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകു ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്ത്, എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. എൻ്റെ നല്ലവരായ പിൻഗാമികൾ, എൻ്റെ സഹാബത്ത്, സന്മാർഗത്തിൽ സഞ്ചരിച്ച ഖുലഫാഉർ റാഷിദുകൾ, അവരുടെ വഴി നിങ്ങൾ സ്വീകരിക്കുക. തമസ്സകു ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. വേഗം വിട്ടുപോകാത്ത കടിയാണ് അണപ്പല്ലുകൊണ്ട് കടിക്കുക എന്ന് പറഞ്ഞത്. വഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കുക. വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളും ബിദ്അത്താണ്, അതെല്ലാം വഴികേടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വിടവാങ്ങിപ്പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ വസിയത്ത് നൽകിയാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ. ഇത് കൂടാതെ നിങ്ങൾ നോക്കൂ, ഇതാഘോഷിക്കുന്നത് എപ്പോഴാണ്? റബീഉൽ അവ്വൽ 12-നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം. മുസ്ലിമീങ്ങൾക്ക് അതിനോളം ഒരു മുസീബത്ത് വേറെ വന്നിട്ടില്ല, ഇനിയൊട്ട് വരികയുമില്ല. നമ്മുടെ എത്ര വേണ്ടപ്പെട്ട ആൾ മരണപ്പെട്ടാലും, എത്ര വലിയ അപകടം നമുക്കുണ്ട്, എത്ര വലിയ നഷ്ടമുണ്ടായാലും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എന്നതിനോളം വലിയ നഷ്ടമല്ലാതെ. ആരാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി പറഞ്ഞത് കാണാം, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അയ്യുമാ അഹദിൻ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബ, ഏതൊരു മുഅ്മിനിനും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു നഷ്ടം ബാധിച്ചു, ഒരു പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, ഫലിയഅ്തസ്സ ബിമുസീബതിഹി ബി, ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നെ ഒരു നഷ്ടമായിട്ട് ഞാൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഓർത്ത് അവൻ ആശ്വസിക്കുക. അനിൽ മുസീബത്തി ലതി തുസീബുഹു ബിഗൈരി, ഞാനല്ലാത്തവർ മരിച്ചിട്ട് നഷ്ടപ്പെട്ടിട്ട് അവനുണ്ടാകുന്ന ഏത് മുസീബത്തിന് പകരമായാലും, ഫഇന്ന അഹദൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഏതൊരാളാകട്ടെ, ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബത്തി, ഞാൻ വഫാത്തായി എന്നതിനോളം വലിയൊരു മുസീബത്തിന് ബാധിക്കാനില്ല. അതുകൊണ്ടാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ മദീനയിൽ വന്ന അന്ന് മദീന പ്രകാശപൂരിതമായി. അവിടുന്ന് വിട പറഞ്ഞ അന്ന് മദീന മുഴുവൻ ഇരുട്ടിലമർന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസിനോട് ചോദിക്കാൻ, എങ്ങനെയാണ് അനസ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൽ മണ്ണിട്ട് തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്, എങ്ങനെ നിങ്ങൾക്കത് സാധിച്ചു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസിനോട് ചോദിക്കാൻ. ഇതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു ഐമൻ, നബിയുടെ വളർത്തുമാതാവായ ഉമ്മു ഐമൻ, അവരുടെ അരികിലേക്ക് അബൂബക്കറും ഉമറും അനസും റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ചെന്നു. അവർ കരയുകയാണ്. അബൂബക്കറും ഉമർ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ലോകത്തെക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ അരികിലുള്ളതാണ്, സംശയമില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. ഉമ്മു ഐമൻ പറഞ്ഞു, എനിക്കറിയാം, അതെനിക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂലിന് ഭൂമിയേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ അരികിലാണ്. പക്ഷെ ഞാൻ കരയുന്നത് അള്ളാഹുവിൻ്റെ വഹി നിലച്ചല്ലോ എന്നോർത്താണ്. അള്ളാഹുവിൻ്റെ വഹി അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടെ അവസാനിച്ചു. റബ്ബിൻ്റെ വഹിയില്ല. ആളുകൾക്ക് ഏത് തർക്കമുണ്ടായോ, അഭിപ്രായ വ്യത്യാസമുണ്ടായോ, സഹാബത്തിനോട് ചെല്ലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലാം. അവിടെ പ്രശ്നം അവസാനിച്ചു, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർന്നു. കാരണം അള്ളാഹുവിൻ്റെ വഹിയാണ് രാവിലെയും വൈകിട്ടും അല്ലാത്ത സന്ദർഭങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നബിയെ കാണാൻ, നബിയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന ശുഹദാഇ വസ്സാലിഹീൻ, അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ അതിയായി ആഗ്രഹിക്കുക, ആ നബി അതിയായി സ്നേഹിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. ആ നബിയെ സ്നേഹിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൊണ്ട് സന്തോഷിക്കുക പരലോകത്ത്. ആ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ഒരു ബിദ്അത്തിലും, മൗലിദാകട്ടെ അതല്ലാത്തതാകട്ടെ, ഏത് ബിദ്അത്താകട്ടെ, അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക.
നബിയുടെ വഴി പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ വഴി പിൻപറ്റുക. ഏതേത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും എന്താണ് ഈ ഉമ്മത്തിലെ ആദിമ തലമുറയുടെ വിശ്വാസം, സഹാബത്തിൻ്റെ വിശ്വാസം, അവരുടെ ദീൻ എന്തായിരുന്നു, അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ദീൻ പഠിക്കുക, ദീൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് പ്രവാസികളായി കഴിയുന്ന ആളുകൾ, അവർക്ക് കൂടുതൽ സ്വന്തം നാട്ടിൽ കഴിയുമ്പോഴുള്ള കെട്ടുപാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ ആളുകളാണ്. സമയം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മളൊന്ന് അനാവശ്യങ്ങൾക്ക് പോയി പോകുന്ന സമയങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, മൊബൈൽ ഫോണുകളിൽ അതിനൊക്കെ നോക്കി പോകുന്ന സമയം ശ്രദ്ധിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. സമയത്തിൽ ബറക്കത്ത് റബ്ബ് തരേണ്ടതാണ്. ഈ 24 മണിക്കൂർ തന്നെയാണ് മുൻഗാമികൾക്കുണ്ടായിരുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുകളിൽ ഉദിച്ച സൂര്യൻ ഏതോ അതന്നെയാണ് നമുക്ക് മുകളിൽ ഉദിക്കുന്നത്. ഇതേ രാവും ഇതേ പകലും. അവരുടെ ജീവിതം എന്തുമാത്രം ബറക്കത്തുള്ളതായിരുന്നു, അവരുടെ സമയത്തിന് എത്രമാത്രം ബറക്കത്തുണ്ടായിരുന്നു. അതുകൊണ്ട് സമയത്തിലെ ബറക്കത്തിന് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. പരിശുദ്ധ ഖുർആൻ കഴിയുന്നത്ര പാരായണം ചെയ്യുക. ദീൻ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതാണ്, ശരിയായ ദീനാണ്, പക്ഷെ അതിൽ അല്പമെങ്കിലും അത് നമ്മൾ ഓരോ ദിവസത്തെയും ലക്ഷ്യമാകണം. കാരണം അതുകൊണ്ടാണ് രാവിലെ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ദുആയിലൊന്നാണ് അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനം, സ്വീകരിക്കപ്പെടുന്ന കർമ്മം, നല്ല റിസ്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു ദിവസവും. അതുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ ലക്ഷ്യമാണ് എന്തെങ്കിലും പഠിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ എങ്കിലാണ് വഴികേടുകൾ കൂടിയ. നബി പറഞ്ഞില്ലേ, എനിക്ക് ശേഷം ജീവിച്ചാൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമെന്ന്. എന്തേ വഴിയുള്ള പ്രിയ സഹോദരങ്ങൾ, ദീനാണെന്ന് പറഞ്ഞ് എന്നെയോ നിങ്ങളെയോ ഒരാൾ വഞ്ചിക്കരുത്. ബാക്കി എന്തിൻ്റെ പേരിൽ വഞ്ചിച്ചാലും അതേക്കാൾ അപകടമാണെന്ത്. വ്യാജ ദീൻ പറഞ്ഞ ഒരാൾ, ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ പറ്റിക്കുക. ദുനിയാവിൽ നമ്മളൊരാളെ വഞ്ചിച്ചാൽ പരലോകത്ത് അൽഹംദുലില്ലാ നമുക്ക് ലാഭമാണ്. അള്ളാഹു പകരം വാങ്ങിച്ചു തരാതെ ഒരാളെ റബ്ബ് വിടാൻ പോകുന്നില്ല. ഒരു റിയാലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരാളെ വഞ്ചിച്ചു നോട്ടിക്കോ, നിങ്ങളെ ഒരാൾ പറ്റിച്ചു, വഞ്ചിച്ചു, റബ്ബ് വിടാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ലാഭം തന്നെയാണ്. കാരണം പരലോകത്ത് ഇത് നീക്കി വെക്കപ്പെട്ടാൽ പിന്നെ ഹസനാത്തും സയ്യിആത്തും വെച്ചിട്ടാണ് മാറുക. അവൻ്റെ നന്മ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ നമ്മുടെ തിന്മ, അവൻ്റെ മക്കൾ നന്മ ഒന്നുമില്ലെങ്കിൽ തിന്മ അങ്ങോട്ട് അവൻ്റെ തലയിൽ കെട്ടിവെക്കപ്പെടും. ഇതാണ് ദുനിയാവിൽ നമ്മൾ പറ്റിക്കപ്പെട്ട ആളെ സ്ഥിതി. ദീൻ്റെ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടാലും സുബ്ഹാനല്ലാഹ് നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. പിഴച്ചവനും പരലോകത്തെ നഷ്ടത്തിനാണ്. അതുകൊണ്ട് വ്യാജം പറഞ്ഞിട്ട് ഒരാൾ ഇതാണ് യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞ് നമ്മൾ പറ്റിക്കരുത്. അതിന് ആദ്യം വേണ്ട കാര്യങ്ങളിലൊന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പഠിക്കുക, യഥാർത്ഥ ദീൻ പഠിക്കുക. യഥാർത്ഥ ദീൻ പറയുന്നവർക്കും യഥാർത്ഥ ദീനിനും അടയാളമുണ്ട്. അള്ളാഹു അതിന് അടയാളം നിശ്ചയിച്ചു. അതിനു മുകളിൽ അള്ളാഹു ഒരു പ്രകാശം നിശ്ചയിച്ചിട്ടുണ്ട്. മസീഹു ദജ്ജാലിൻ്റെ നെറ്റിയിൽ കാഫിർ എന്ന് ഉണ്ടാകും. എഴുത്തറിയുന്ന മുഅ്മിനും അല്ലാത്തവനത് വായിക്കും എന്നാണ്. ഹക്കും ബാത്തിലും ഇൻഷാ അള്ളാഹു അത് വ്യക്തമാക്കി തരും. ദുനിയാവിലെ പല കാര്യങ്ങളും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്ന പോലെ. ഒരു നല്ല ഡോക്ടർ ഏതാണ്, ഒരു വ്യാജ ഡോക്ടർ ഏതാണ്? എല്ലാവരും പോയി MBBS പഠിച്ചിട്ടില്ലല്ലോ. യഥാർത്ഥ ഡോക്ടറെയും നല്ല ഡോക്ടറെയും അത്ര കഴിവില്ലാത്ത ഡോക്ടറെയും തിരിച്ചറിയുന്നത് എല്ലാവരും MBBSഉം MD ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണോ? അല്ല. അത് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. ഒരു ചെറിയ പരിശ്രമം നിൻ്റെ ഭാഗത്തുണ്ടായാൽ മനസ്സിലായി. എന്നതുപോലെയാണ് ദീൻ. യഥാർത്ഥ ദീൻ ആരാണ് പറയുന്നത്, ഏതാണ് യഥാർത്ഥ ദീൻ എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ അടയാളങ്ങളുണ്ട്. ആരാണ് ഖാല അല്ലാഹു ഖാല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്? ദുആ ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ദീൻ പഠിക്കുക. എങ്കിലാണ് വഴികേടിൽ നിന്ന്, നമുക്ക് ബിദ്അത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധി പിൻപറ്റുന്ന ആ നബിയുടെ കൂടെ, സഹാബത്തിൻ്റെ കൂടെ, നല്ലവരായ നമ്മുടെ മുൻഗാമികളുടെ കൂടെ, അള്ളാഹുവിൻ്റെ ഔലിയായിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ സൗഭാഗ്യവാന്മാരിൽ അവൻ്റെ ഫദ്ലിനാൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اجمعنا في جنتك مع رسولك محمد صلى الله عليه وسلم والصديقين والشهداء والصالحين. اللهم توفنا مسلمين وألحقنا بالصالحين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.